ഭൂതകാല ശേഷിപ്പുകൾ നിറഞ്ഞ ഒരു രാജനഗരം, ചരിത്രത്തിൽ നിന്ന് നേരിട്ടിറങ്ങിയ മട്ടിലുള്ള കെട്ടിടങ്ങൾ, ഇതിനിടയിൽ ദീർഘചതുരാകൃതിയിലുള്ള ഒരു ക്ഷേത്രം. പറഞ്ഞുവരുന്നത് പഴയ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ, കരിങ്കല്ലുപാകി മനോഹരമാക്കിയ മുറ്റം, ക്ഷേത്രത്തിന് നടുവിലൂടെ കടന്നുപോകുന്ന കനാൽ, മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഉപദേവതാ ക്ഷേത്രങ്ങൾ, വാസ്തുവിദ്യയും ഭക്തിയും ഒരേപോലെ സമന്വയിച്ചിരിക്കുന്ന വിരൂപാക്ഷ ക്ഷേത്രത്തിൽ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. കാഞ്ചീപുരത്തെ പല്ലവ രാജാക്കന്മാരെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തിയതിന്റെ സ്മരണയ്ക്കായി വിക്രമാദിത്യ രണ്ടാമന്റെ റാണിയായിരുന്ന ലോകമഹാദേവിയാണ് ക്ഷേത്രം സ്ഥാപിച്ചതെന്നാണ് വിശ്വാസം. തുംഗഭദ്ര നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് ചുറ്റും കല്ലിൽ കൊത്തിയ അപൂർവങ്ങളായ ഒട്ടനവധി ശില്പങ്ങൾ കാണാനാവും. അക്കാലത്ത് ശില്പകലയ്ക്ക് ലഭിച്ച സ്വീകാര്യതയെ സൂചിപ്പിച്ച് നിലകൊള്ളുന്ന ശില്പങ്ങൾ കലാസ്വാദകരുടെയും ചരിത്ര കുതുകികളുടെയും പ്രധാന ആകർഷണമാണ്. 2 ഗോപുരങ്ങളാണ് പ്രധാനമായും ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ബിസ്തപ്പയ്യ ഗോപുരം എന്നറിയപ്പെടുന്ന 165 അടി ഉയരമുള്ള ആദ്യ ഗോപുരം എന്നാണ് നിർമ്മിച്ചത് എന്നതിനെപ്പറ്റി വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. 11 നിലകളാണ് ഇതിനുള്ളത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന കൃഷ്ണദേവരായരാണ് രണ്ടാമത്തെ ഗോപുരം പണി കഴിപ്പിച്ചത്. പല പ്രാവശ്യങ്ങളിലായി ക്ഷേത്രം പുതുക്കി പണിതിട്ടുമുണ്ട്. 52 അടിയാണ് ഇതിന്റെ ഉയരം. ഇതുകൂടാതെ ക്ഷേത്രത്തിനകത്തായി ഭുവനേശ്വരി ദേവിയുടെയും പാമ്പാദേവിയുടെയും അമ്പലങ്ങളുമുണ്ട്. ഹംപി സന്ദർശിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. ദ്രാവിഡിയൻ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. ഒരുപക്ഷെ ഹംപിയിലെത്തുന്നവർ ആദ്യം കാണുന്നതും ഈ കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ്. ആകാശത്തോളം തലയുയർത്തി നിൽക്കുന്ന വിരൂപാക്ഷ ക്ഷേത്രം. വിജയനഗര രാജാക്കന്മാരുടെ ദൈവവും വഴികാട്ടിയും എല്ലാമായിരുന്ന വിരൂപാക്ഷനെ ആരാധിക്കുന്ന പഞ്ചലിംഗ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണിത്. 5 മുഖങ്ങളുള്ള ശിവനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. വിരൂപാക്ഷൻ, ജംബുനാഥൻ, സോമേശ്വരൻ, വാണിദ്രഭദ്രേശ്വരൻ, കിന്നേശ്വരൻ എന്നീ രൂപങ്ങളാണ് ശിവന് ഇവിടെയുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഹംപിയിലെ ഏതൊരു നിർമ്മിതിയുടെയും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കൊത്തുപണികളാണ്. അതുതന്നെയാണ് വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെയും പ്രധാന പ്രത്യേകതകൾ. കഥ പറയുന്ന മണ്ഡപങ്ങളാണ് ഇവിടെയുള്ളത്. മഹാഭാരതത്തിലെയും മറ്റു പുരാണങ്ങളിലെയും കഥാസന്ദർഭങ്ങൾ വിവരിക്കുന്ന കൊത്തുപണികൾ ഇവിടെ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ഷേത്രം അതിന്റെ പ്രാരംഭഘട്ടത്തിൽ വളരെ ചെറിയ ഒന്നായിരുന്നു. പിന്നീട് ദേവരായ രണ്ടാമന്റെയും കൃഷ്ണദേവരായരുടെയും സമയത്താണ് ഇപ്പോൾ കാണുന്ന കൂറ്റൻ ഗോപുരങ്ങൾ നിർമ്മിക്കുന്നതും വലിയ ക്ഷേത്രമായി മാറുന്നതും. ഹംപിയുടെ ചരിത്രം തുടങ്ങുന്നതും വന്നു നിൽക്കുന്നതുമായ ഇടമാണ് വിരൂപാക്ഷ ക്ഷേത്രം. AD 7-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് കരുതിപ്പോരുന്നത്. പക്ഷേ ക്ഷേത്രത്തിന്റെ കൊത്തുപണികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് 11-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. ശ്രീകോവിൽ, മുഖമണ്ഡപം, തൂണുകൾ നിറഞ്ഞ ഒരു ഹാൾ എന്നിവയാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ക്ഷേത്രത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 7-ാം നൂറ്റാണ്ട് മുതലാണ്. ഇതിന് യാതൊരു തടസ്സവുമില്ല. വിജയനഗര തലസ്ഥാനം ഇവിടെ സ്ഥിതി ചെയ്യുന്നതിന് മുൻപ് തന്നെ വിരൂപാക്ഷ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശിവനെക്കുറിച്ച് പരാമർശിക്കുന്ന ലിഖിതങ്ങൾ 9 മുതൽ 10 നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ക്ഷേത്രം വരുന്നത് വളരെ ചെറിയ ഒരു സമുച്ചയമായിട്ടാണ്. പിന്നീടാണ് വലിയ ക്ഷേത്ര സമുച്ചയമായി വളരുന്നത്, അതും പല ഭരണാധികാരികളുടെ ഭരണത്തിന് കീഴിൽ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുള്ളത് ചാലൂക്യരുടെയും ഹോയ്സാലരുടെയും കാലഘട്ടത്തിലാണെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ചിത്രപ്പണികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പെയിന്റിങ്ങുകൾ 14-ഉം 16-ഉം നൂറ്റാണ്ടിലേതാണ്. തകർന്ന ക്ഷേത്ര നഗരമായി കണക്കാക്കപ്പെടുന്ന ഹംപിയിൽ ഒരുപക്ഷെ ഇത്രയും നന്നായി അല്ലെങ്കിൽ ഇന്നുവരെ സംരക്ഷിക്കപ്പെട്ടതിലും പരിപാലിക്കപ്പെടുകയും ചെയ്ത ഒരേ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് വിരൂപാക്ഷ ക്ഷേത്രമാണ്. ഡെക്കാൻ പീഠഭൂമി ഭരിച്ചിരുന്ന ഒരു മധ്യകാല മുസ്ലിം സാമ്രാജ്യമായിരുന്ന ബഹ്മനി സുൽത്താനേറ്റ് പലതവണ ഈ ക്ഷേത്രം ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതൊന്നും തന്നെ വിജയം കണ്ടിരുന്നില്ല. പക്ഷേ ഇവിടെയുള്ള മറ്റു പല ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ പ്രധാന ക്ഷേത്ര സമുച്ചയത്തിൽ അടങ്ങിയിരിക്കുന്നത് ഒരു ശ്രീകോവിൽ, 3 അറകളും, ഒരു തൂണുള്ള മണ്ഡപവും, ഒരു തുറന്ന തൂണുള്ള ഹാൾ എന്നിവയാണ്. അതിലോലമായ കൊത്തുപണികളാൽ ഇവയെല്ലാം തന്നെയും അലങ്കരിച്ചിരിക്കുന്നു. തുംഗഭദ്ര നദിയിൽ നിന്ന് വരുന്ന ഒരു ഇടുങ്ങിയ കനാൽ ക്ഷേത്രത്തിന്റെ മട്ടുപ്പാവിലൂടെ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നാണ് ഗണിതശാസ്ത്ര സങ്കല്പങ്ങൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ ആശയം പ്രകടമാക്കുന്ന പാറ്റേണുകളിലൂടെയാണ് ക്ഷേത്രത്തിലെ ഓരോ നിർമ്മിതിയും നിർമ്മിച്ചിരിക്കുന്നത്. കാഴ്ചയിലുടനീളം തന്നെ ആ പാറ്റേൺ നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. കാലപ്പഴക്കത്തെയും ചരിത്രത്തിലെ ആക്രമണങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഹംപിയിൽ അങ്ങനെ വിരൂപാക്ഷ ക്ഷേത്രം തലയുയർത്തി തന്നെ നിൽക്കുകയാണ്, കാഴ്ചക്കാരെയും ഭക്തന്മാരെയും കാത്തുകൊണ്ട്.